നമസ്തേ. അബു അല്ലേ? അതെ. ആലുവക്കാരുടെ പ്രിയപുത്രൻ, 40 കൊല്ലമായിട്ട് കഞ്ചാവിനെ പ്രണയിക്കുന്ന കഞ്ചാവ് അബു, അല്ലെങ്കിൽ സർവകക്ഷി അനൗൺസർ അബു, അല്ലെങ്കിൽ ആലുവ അബു എന്നൊക്കെ അപരനാമത്തിൽ അറിയപ്പെടുന്ന അബു നിങ്ങൾ തന്നെയല്ലേ? അതെ അതെ. അപ്പോൾ കഞ്ചാവ് നാട്ടുകാർ മൊത്തം ഇങ്ങനെ സംശയദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇത്രയും മുമ്പ് പോലെ എങ്ങനെ ഇതുമായിട്ട് പ്രണയിക്കാനും കുസ്തി വിടാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ചുരുക്കി പറയണേ. ഒരു 42 വർഷത്തോളമായി ഏതാണ്ട് കഞ്ചാവ് ഉപയോഗിച്ചു തുടങ്ങിയിട്ട് എന്ന് പറയാം. കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങി 42 വർഷമായെങ്കിലും കഞ്ചാവിൽ നിന്നല്ല എനിക്ക് ഏറ്റവും ഉപദ്രവങ്ങളും ഞാൻ കുറേയേറെ കേസുകളിലും ഒക്കെ പെട്ടത്. എനിക്ക് വേണ്ട 100 കേസുകൾ ആലുവയിൽ തന്നെ ഉണ്ടായി 15 വർഷം മുമ്പ്. 15 വർഷം മുമ്പ് അത് കഞ്ചാവ് കേസല്ല, കഞ്ചാവുമായി ബന്ധപ്പെട്ട് യാതൊരു കേസും ഇല്ല. ഉള്ളത് 290, 307 എന്നുള്ള കേസുകൾ, അടിപിടി കേസുകൾ CC ചെയ്യാൻ പോക്ക്. അത് എന്താണെന്ന് അറിയോ? 15 വർഷം മുമ്പാണ് ഞാൻ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മദ്യവും കഞ്ചാവും കൂടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ 15 വർഷം മുമ്പുള്ള ജീവിതം ഞാൻ ജീവിച്ച് 100 രൂപ തച്ചുകാശ് കിട്ടുമ്പോഴും ഞാൻ 500 രൂപയുടെ പണിയെടുക്കണ്ടായി. കാര്യം അനൗൺസ്മെന്റ് ആണ്. എല്ലാ പാർട്ടികളുടെ അനൗൺസ്മെന്റ്, പാരഡി ഗാനം എഴുതും, പാടിക്കും, റെക്കോർഡ് ചെയ്യും. എല്ലാ പാർട്ടികൾക്കും റെക്കോർഡ് ചെയ്യും, എല്ലാ പാർട്ടികൾക്കും ലൈവ് അനൗൺസ്മെന്റ് ചെയ്യും. അങ്ങനെ ഇഷ്ടം പോലെ കാശും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജീവിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം എങ്ങനെയാണ് പോയത്, എവിടെയൊക്കെ പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. ജീവിച്ചിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. ഈ മാറ്റം സംഭവിച്ചത് 15 വർഷം മുമ്പ് ഞാൻ മദ്യപാനം നിർത്തി. അത് ഡി അഡിക്ഷൻ സെന്ററിൽ അല്ല, എന്നെ പോലീസുകാർ കൊണ്ടുപോയതാ. അത് പിന്നെ പോലീസുകാരിൽ ഒരുപാട് നല്ല ആളുകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ, ഞാൻ ഒരു ആലുവ അലങ്കാർ ബാറിൽ പ്രശ്നം ഉണ്ടാക്കി, അവര് പോലീസ് പിടിച്ചോണ്ടുപോയി. അവിടെ ചെന്ന് എനിക്ക് അറിയാം ഇവര് കാശ് കൊടുത്തേക്കാണ് എന്നെ ശരിയാക്കണമെന്ന് പറഞ്ഞ്. ഞാൻ സ്ഥിരം പ്രശ്നക്കാരനാണ്. അപ്പൊ ഇവനൊന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞ് പൈസ കൊടുക്കണേ ഞാൻ കണ്ടേക്കാണ്. അവിടെ ചെന്നുകൂടി എനിക്ക് തല്ലുള്ളൂ. പിന്നെ ഞാൻ 4 ഞാൻ അവിടെ ആകെ പൊളിക്കാണ്. SI വിളിച്ച് SI വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞ്, അബു ഇനി അടങ്ങണി കഞ്ചാവ് വേണമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കഞ്ചാവ് ഇപ്പൊ വരും, അവിടെ പോയി കഞ്ചാവ് വിൽക്കണ ഒരാളെ വിളിച്ചു പറഞ്ഞ് ഒരു വീടിക്ക് കഞ്ചാവ് തെട്ടുകൊണ്ട് പറ്റുന്ന സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. എന്റെ കൈ തന്നിട്ട് പറഞ്ഞ കക്കൂസ് പോയിരുന്ന് വലിച്ചിട്ട് അവിടെ പോയിരുന്നു. നിന്റെ ആൾക്കാർ ഇപ്പൊ വരും, പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാലം ഉണ്ടായി. അത് കഴിഞ്ഞ് കുറെ കാലം കേസുകളൊക്കെ ഇതായി കഴിഞ്ഞപ്പോ ഒരു SI തന്നെ എന്നെ ഒരു ദിവസം ഒരു കേസിന് പിടിച്ചുകൊണ്ട് പോയിട്ട് നേരം വിളക്കണവരെ ഉപദേശിച്ചു. അദ്ദേഹത്തിന്റെ പേരൊന്ന് പറയാം? മാർക്കോസ് സാറ് മരിച്ചുപോയി. സാർ എന്ന് പറഞ്ഞ ആലുവയിലെ പഴയ ഒരു ASI ആയിരുന്നു. അദ്ദേഹം എന്നെ ഒരു ദിവസം ഇരുന്ന് ഉപദേശിച്ചിട്ട് പിറ്റേ നേരം വെളുത്ത് എന്റെ അനിയന്മാരെ വിളിച്ച്, അളിയനെ വിളിച്ച് എന്നെ നേരെ പൈങ്കുളത്തേക്ക് കൊണ്ടുപോയി. തൊടുപുഴ പൈങ്കുളം. ഞാനും രതീഷൊക്കെ ഒരുമിച്ച് കിടക്കണ സിനിമാ നടൻ രതീഷും കള്ളുകൂടി നിർത്താൻ വന്ന് മരിച്ചുപോയി. ആ സമയത്ത് ഞാൻ 45 ദിവസം അവിടെ അഡ്മിറ്റായി കിടന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ നമുക്ക് കുറെ ക്ലാസ് ഉണ്ട്. അത് കൂടാതെ ഗുളിക മരുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമ്മുടെ ശരീരത്തുള്ള ആൽക്കഹോൾ മൊത്തം ഇതുകൊണ്ട് പോയി തീരാത്തത് കൊണ്ട് അത് എത്ര ശതമാനം ആൽക്കഹോൾ നമ്മുടെ ശരീരത്തുണ്ടോ അത് കുറേശ്ശെ പോയി തീരണം. അതിനവര് എന്റെ ശരീരത്തുള്ള ആൽക്കഹോളിന്റെ അളവനുസരിച്ച് അവര് പറയണത് 9 മാസം ഗുളിക കഴിക്കണം. ചിലവർ 5 മാസം ഗുളിക കഴിച്ചാൽ മതി, ചിലവർ 6 മാസം ഗുളിക കഴിച്ചാൽ മതി. ഈ ഗുളിക കഴിക്കുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കും, നല്ല ഉറക്കം കിട്ടും, നല്ല മലം മൂത്രം ശരിക്കും പോകും. ഇതിന്റെ ഇടയിൽ കൂടെ ഇതിങ്ങനെ പോയി തീരണം. അങ്ങനെ ഞാൻ 45 ദിവസം അവിടെ കിടന്നു, ചികിത്സ കഴിഞ്ഞ് പോന്നു. എന്റെ 11 മാസം ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം അതിന് മാത്രം ആൽക്കഹോൾ എന്റെ ശരീരത്തിലുണ്ട്. 6 മാസം കഴിഞ്ഞപ്പോ എനിക്ക് മദ്യപാനത്തിനോട് താല്പര്യമില്ല, ഞാൻ ഗുളിക നിർത്തി. അപ്പോൾ ഈ ക്ലാസ് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഗുളിക നിർത്തി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാവും. കൈ പോലെ കൊഴിഞ്ഞു പോകും, സംസാരിക്കാൻ പറ്റാണ്ടാവും, ശരീരം തളർന്നു പോകും, പല എഫക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല, ഞാൻ മദ്യപാനത്തോട് താല്പര്യമില്ല. ഞാൻ അങ്ങോട്ട് ഗുളികയുടെ നിർത്തി 6 മാസം കഴിഞ്ഞപ്പോൾ. പക്ഷേ ഞാനൊരു വർക്ക് ചെയ്ത് സ്റ്റേജിൽ വർക്ക് ചെയ്യേണ്ട ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ തലറങ്ങി വീണു. എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്ന് അവർ പറഞ്ഞിങ്ങനെ ഞാൻ അഡിക്ഷൻ സെന്ററിൽ ഇങ്ങനെ ചികിത്സിച്ചെന്താന്ന് പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ്
അപ്പൊ പിന്നെ അവരെ കണ്ടിട്ട് അവര് കൊടുത്തേക്കണ മരുന്നിന്റെ എഫക്ട് കാര്യങ്ങളും അവർക്ക് അറിയാവുള്ളൂ, നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ടിട്ടാണ് മരുന്ന് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ താൽക്കാലിക മരുന്ന് അവരായിട്ട് ബന്ധപ്പെടണമോ, അങ്ങനെ മരുന്ന് വന്നു അവരായിട്ട് ആ ഡോക്ടറായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ പറഞ്ഞ് ഈ കഴിച്ചുകൊണ്ടിരുന്ന ഗുളിക എഴുതി തന്നിട്ട് പറഞ്ഞ് ഇത് ഇനി 15 ദിവസം ഈരട്ടം വെച്ച് കഴിക്കണം, എന്നിട്ട് 5 ദിവസം കഴിയുമ്പോൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഗുളിക മേടിച്ച് 2 ദിവസം കഴിച്ച്, പിന്നെ ഈ പറഞ്ഞ മാതിരി 4 മാസം കൂടി കഴിച്ച്. എനിക്കിപ്പോ എന്റെ മുമ്പിലിരുന്ന് മദ്യപിച്ചാലും ഞാൻ മദ്യം എന്തോരം കണ്ടാലും എനിക്ക് ഒരു താല്പര്യമില്ല, ഞാൻ ഒരു പ്രണയവും ഇല്ല. അങ്ങനെ മദ്യത്തിനെ പാടെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോ തന്നെ എന്റെ ജീവിതം തുടങ്ങിയത്. എല്ലാ മദ്യപാനികളും അറിഞ്ഞിരിക്കേണ്ടതാണ്, മദ്യം നിർത്താൻ അല്പം സ്വന്തമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം ഇച്ചിരി വിഷമമായിരിക്കും, എങ്കിലും അത് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ആശ്വസിക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. പിന്നെ ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഞാനാണ്. കാരണം ഇതിനു മുമ്പ് ഈ 100 രൂപ 200 രൂപ തറ്റുകാശിട്ട സമയത്ത് 500-600 രൂപ പണി എടുത്തു കഴിഞ്ഞാലും ഈ പണം ഉണ്ടാവാറില്ല എന്ന് മാത്രമല്ല, ഞാൻ പലപ്പോഴും കിടക്കുന്നത് എവിടെയെന്നുള്ളത് നായികയുടെ മൂത്രം. എന്നിട്ടോ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ഞാൻ തേച്ചും എനിക്ക് എന്നെ ഏതെങ്കിലും പാർട്ടിക്കാർ കൊണ്ടുപോകണം. എനിക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എന്നെ എന്തെങ്കിലും കാര്യത്തിന് കൊണ്ടുപോയി കഴിഞ്ഞ് ഇഷ്ടംപോലെ കാശും കിട്ടുന്നുണ്ട്. പക്ഷേ ജീവിച്ചത് ഇപ്പൊ 5 വർഷം കഴിഞ്ഞിട്ടാണ്. പക്ഷെ അപ്പോഴും ഞാൻ കഞ്ചാവ് വലിക്കണം എന്ന് ആരോടും ഉപദേശിക്കുകയല്ല. എനിക്ക് ഇവരൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് തന്നുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ് തന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരോടും കഞ്ചാവ് വലിക്കൂല, ഞാൻ ഒറ്റക്ക് വലിക്കുള്ളൂ. എന്റെ കൂടെ ആരും കഞ്ചാവ് വലിക്കൂല. ശിവമൂലി സ്വയം ആസ്വദിക്കും. എനിക്ക് ഒരു പിടിക്കുന്ന ഒരു കഞ്ചാവ് ഒരു നമ്മുടെ അടുത്തേക്ക് വരാൻ പാടില്ല. എന്റെ കയ്യിലെ കഞ്ചാവില്ല. എവിടെ കിട്ടണേ ആരെയിലുള്ള ആ പണിയില്ല. കിട്ടണ എവിടെയെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ 3-6 വരെ പോണെങ്കിൽ അവിടെ പോയി മേടിച്ചുകൊണ്ടിരിക്കും. അനുവദനീയമായ അളവിൽ എന്റെ കയ്യിലുണ്ടാവും. പിടിക്കപ്പെട്ട അതിനുള്ള ശിക്ഷ ആണെങ്കിൽ അത് അനുഭവിക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഫൈൻ അടക്കും, അതിനുള്ള ഉണ്ടാവുള്ളൂ. പിന്നെ അതിനെ പറ്റി ഒരു കേസിൽ പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ പെട്ടു. അത് ഒരു കേസാന്ന് പറയാൻ പറ്റത്തില്ല, അതൊരു പകതീർക്കലാണ്. കാര്യം ഇത്രയും നാള് ഇത്രയും ക്രിമിനൽ കേസൊക്കെ ഉണ്ടായിരുന്ന ഒരാള് 15 വർഷം കഞ്ചാവ് കഴിക്കുമ്പം പരസ്യമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആളുകൾക്ക്, അതുപോലെ തന്നെ എക്സൈസുകാരൊക്കെ അത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുണ്ട്. പക്ഷേ ഡി അഡിക്ഷന് കഞ്ചാവ് വളരെ ഉപകാരമാണെന്നുള്ള ഒരു അത്ഭുതം നിങ്ങളൊന്ന് പറയണം നാട്ടുകാർ. അത് ശരിയാണ്. ഡി അഡിക്ഷന് കഞ്ചാവ് നിർണായക. കഞ്ചാവിന്റെ ആ ഗുളിക നമുക്ക് ഔഷധങ്ങൾ തന്നത് പലത് ഗുളിക രൂപത്തിലാണെങ്കിലും ആ ഗുളിക രൂപത്തിൽ ഉള്ളത് കഞ്ചാവ് എന്ന് പറയുന്ന സാധനത്തിനെ തന്നെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ പേരിൽ നമ്മൾ അറിയുന്നുണ്ട്. മരുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നു. ശിവമൂലി, ഗഞ്ച, പിന്നെ മൂലി, പല രീതിയിൽ കഞ്ചാവിന്. പക്ഷെ അത് ഒരു മരുന്നാണ്, അതിൽ ആർക്കും യാതൊരു സംശയമില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് നമ്മളുമായി ബന്ധപ്പെട്ട് 2 വർഷമായി. നമ്മുടെ ഔഷധ കഞ്ചാവുകൾ കഴിച്ചപ്പം ഞാനന്ന് ഉപദേശിച്ചായിരുന്നു വലിക്കുന്ന നല്ലതല്ല. കാര്യം പൾമനറി ഡിസീസ്, അതായത് ടോക്സിൻസ് ഏത് സ്മോക്കാട്ടി എന്ന് കഴിഞ്ഞാലും പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ നിങ്ങൾ വലിയ എങ്ങനെയുണ്ട്? കുറച്ചോ? വലിയ 10 എണ്ണം വലിച്ചത് ഒരെണ്ണമായി മാറി. ഓക്കെ, വലിയ നിർത്തിയെന്ന് ഞാൻ പറഞ്ഞു. ജനങ്ങളും വിശ്വസിക്കൂല, ആൾക്കാരും വിശ്വസിക്കൂല. ഞാൻ കഞ്ചാവ് വലിയ നമ്മുടെ ഔഷധങ്ങൾ ചെന്നതിന് ശേഷം വളരെയേറെ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞില്ലേ 10 കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഒരു കഞ്ചാവ് മാറി. പിന്നെ പഴയ കാലത്ത് 3 രൂപക്ക് 10 ഗ്രാം കഞ്ചാവ് കിട്ടുമ്പോഴും 500 രൂപക്ക് ഇപ്പൊ 10 ഗ്രാം കഞ്ചാവ് കൊടുക്കുമ്പോഴും കഞ്ചാവ് വലിച്ച് പിറ്റേന്ന് നേരം വെളുത്തുമ്പോൾ ഒരു പിടിക്ക് കിട്ടിയില്ലെങ്കിൽ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായി. ഇപ്പൊ ഒരു പിടിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 2 സിഗരറ്റ് കൂടുതലായിരിക്കും. വീട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 2 സിഗരറ്റ് സാധാ സിഗരറ്റ് 2 കൂടുതലായിരിക്കും. അന്വേഷിച്ച് നടക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കാം. പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇത് വർഷങ്ങളോളം കഴിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര. അങ്ങനെ പലർക്കും ഇത് ഞാൻ അതിന് ഒരു ഇത് പറയാനുള്ളത്, ഈ സാധനം ഞാൻ 10 എണ്ണം ഇപ്പൊ ഇവിടെ ഇരുന്ന ഇരിപ്പിന് വലിച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് വർത്തമാനം പറയാം, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. കാര്യം ഞാൻ രാവിലെ തുടങ്ങി അനൗൺസ്മെന്റ് തുടങ്ങിയ വൈകിട്ട് 10:30 വരെ ഈ ഇലക്ഷനൊക്കെ പ്രചരണം അവസാനിക്കുന്ന സമയം വരെ അനൗൺസ്മെന്റ് ചെയ്യണം. ഞാൻ തുടർച്ചയായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യത്യാസം ഒരു വ്യത്യാസം വന്നില്ല, കറക്റ്റായിട്ട് ഞാൻ പറയാം. പക്ഷേ അത് തന്നെ 2 പുക എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്, 2 പുക എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ട്. അല്ല, ഇത് കാലദേശ കർമാനുസൃതമായിട്ട് രാഗരോഗാദികൾ വ്യത്യാസങ്ങൾ വരും. അതുപോലെ തന്നെ പറഞ്ഞില്ലേ, വാതവിത്ത കഫ അനുസരിച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കാം. അപ്പൊ ഇതൊക്കെ ഒരു കാരണമാണ്. എങ്കിലും
ഈ ജനങ്ങൾ പറഞ്ഞു പരത്തുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു പരത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ വിചാരിക്കുന്നതിൻ്റെ അത്രയും ഇതിന് ദോഷമില്ല. അതിനൊരു പ്രത്യേകത, ഇപ്പം നമ്മുടെ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥൻ ഇതിന് സർക്കാർ തലത്തിൽ ഇതിന് വേണ്ടി പ്രൊമോഷന് 2021 അദ്ദേഹം സാമൂഹ്യ വകുപ്പിന് സെക്രട്ടറി ആയിരുന്നപ്പം മുഖ്യമന്ത്രിക്ക് ഇതിന് ഒരു നിർദ്ദേശം സമർപ്പിച്ചിരുന്നു എന്നുള്ളൊരു ലെറ്ററും കൂടെ അദ്ദേഹത്തിന്റെ ഈയിടെ ഒരു ഇറങ്ങിയ ഗ്രന്ഥത്തിലുണ്ട്. അപ്പൊ ആളുകൾക്ക് പഴയതിനെക്കാട്ടി, ഞാനൊക്കെ ഇറങ്ങിയ സമയത്ത് ആളുകൾ സ്ഥിരം എന്റെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ തെറി വിളിക്കുന്നവരായിരുന്നു, നിങ്ങൾ രാജ്യം നശിപ്പിക്കാൻ വന്നതാണെന്നൊക്കെ. ഇപ്പൊ അതിനൊക്കെ മാറി ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചുള്ള ഒരു അറിവിലേക്ക് എത്തി എന്നുള്ളത്. ഗുണങ്ങളിലേക്കുള്ള അറിവുകൾ ഇതുപോലുള്ള മുൻ IASകാരും അതേപോലുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് പറഞ്ഞത്. കഞ്ചാവ് സുലഭമായി കിട്ടുന്ന രാജ്യമുണ്ട്. കഞ്ചാവ് ഈ മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും നമ്പർ കഞ്ചാവ് എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ഇടുക്കി കഞ്ചാവാണ്. അതെ, അപ്പൊ അതിനൊക്കെ ഇത് ദൈവം സൃഷ്ടിച്ച സാധനമാണ്. തീർച്ചയായിട്ടും എടശ്ശേരി കലക്കിയെടുത്തതല്ല, ഏതെങ്കിലും ഒരു കമ്പനി ഇറക്കണതല്ല. കഞ്ചാവിന്റെ പേരിൽ എലിവേഷൻ വരെയാണ് ഈ പാത്ത് കച്ചവടം ചെയ്യുന്നത്. അത് പല രീതിയിലും ഇപ്പൊ ഇത് തന്നെ വൈദ്യർക്കറിയാം. ഈ കഞ്ചാവ് തന്നെ എത്ര രീതിയിലാണ് പോണേ, ഏതൊക്കെ മരുന്നുകളിലേക്കാണ് അതാണ് ചെല്ലണേ, അതിന്റെ ഇല മുതൽ ഔഷധങ്ങൾ ഉണ്ട്. ഈ ഔഷധങ്ങളെല്ലാം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയ പിന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ എത്ര കാലമായി ഉപയോഗിച്ചു തുടങ്ങിയിട്ടെന്ന് എന്നെ ഇപ്പൊ ഇത് കേൾക്കണം, ആരെങ്കിലും കേൾക്കണേലും പകുതി പേർക്കും എന്നെ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും എന്നെ അറിയണവരായിരിക്കും. കാര്യം പല വേദികളിലും പല രീതിയിലും എന്നെ കണ്ടതായിട്ടും ഞാൻ ഇതുപോലെ തന്നെ സർക്കാരിനോട് എന്താണ് ഒരു നിർദ്ദേശിക്കാനുള്ളത്. ഇപ്പൊ ഇത് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇതിന് ഒരു ബോധവൽക്കരണം കൊടുക്കുക. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണവശങ്ങളുണ്ട്. അത് ഇതുമായിട്ട് ആലോചിച്ച് ബോധം തെളിയുന്ന സാധനമാണ് ഇത്. സന്തോഷ് ബ്രഹ്മിയിലൊക്കെ ഇത് ചേർക്കേണ്ടത് പറയണേ. സന്തോഷ് ബ്രഹ്മിയൊക്കെ ഇപ്പൊ ഓർമ്മശക്തിയുടെ കുറ്റങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാ പരീക്ഷയും ജയിക്കുന്ന പറയണം. പക്ഷെ അതിലൊക്കെ ഇതിൽ ഒരു അംശം ചേരേണ്ടെന്ന് പറയണത്. അതെ അതെ. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ മാതിരി ഇതിനൊക്കെ ബോധവൽക്കരണമൊക്കെ നടത്തി ഇതുകൊണ്ടുള്ള ഗുണവശങ്ങളും ദോഷവശങ്ങളും ഒക്കെ മനസ്സിലാക്കി അതുമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് സുലഭമായിട്ട് സർക്കാർ കൊടുക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. അളവില് ഇങ്ങനെ അറിയാവുന്നവരെ കൊണ്ട് കൃഷി ചെയ്യുകയും ഔഷധങ്ങൾ പഴയതൊക്കെ നിർമ്മിക്കുകയും. അതെ, ഇപ്പൊ വൈദ്യർക്ക് തന്നെ ഇപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാം, വടക്കേ ഇന്ത്യയിൽ ഇത് കൃഷിയുണ്ട് എന്ന് വെച്ചാൽ അനുവദനീയമായ സ്ഥലത്ത് കൃഷി ചെയ്യാനും അത് ഉൽപ്പാദിപ്പിച്ച് അതുകൊണ്ടുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാനുള്ള ലൈസൻസോട് കൂടിയുള്ള മരുന്നുകളാണ് വൈദ്യരുടെ കയ്യിലുള്ളത്. പക്ഷെ എന്റെ ഒരു ആഗ്രഹം, ഒരു മലയാളി എന്നുള്ള രീതിയിൽ കൂടെ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഇത്രയും നല്ല ഒരു സാധനം, അതായത് ഇടുക്കി ഗോൾഡ് പോലുള്ള ഒരു സാധനം കൃഷി ചെയ്യാനും അതിൽ നിന്നും ഒന്നുകൂടെ മുന്തിയ ഔഷധങ്ങൾ ഉണ്ടാക്കാനും ഉള്ളൊരു അവസരം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് എനിക്ക്. നിങ്ങളെ പോലുള്ള ആളുകൾക്ക് പ്രോത്സാഹനം സർക്കാർ നൽകി, തീർച്ചയായും അവർ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ നൽകി. അതേപോലെ നിങ്ങളെ പോലുള്ളവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഗുണവശങ്ങൾ ദോഷവശങ്ങൾ നമ്മളിപ്പോ ഇത്രയും പറയുമ്പോൾ അപ്പൊ കഞ്ചാവ് ഏറ്റവും നല്ല സാധനമാണെന്ന് നമ്മൾ പറയാനുള്ള, കഞ്ചാവ് ഉപയോഗിച്ചോളൂ. അമൃതം അധികമായാൽ വിഷമാണ്. അമൃതം അധികമായാൽ വിഷമാണ്. അരിയിൽ പോലും അതിന്റെ വിഷങ്ങളുണ്ട്. പിന്നെ ചായ കുടിക്കാൻ കൊള്ളില്ല. അത് മാത്രമല്ല, മയക്കുമരുന്നിലേക്ക് ബന്ധപ്പെട്ട് ഓരോരുത്തരും ഏതൊരു വ്യക്തിയാണെങ്കിലും മയക്കുമരുന്നിലേക്ക് ബന്ധപ്പെട്ടവൻ രക്ഷപ്പെടൂല. അവൻ എങ്ങനെയൊക്കെ ചെന്ന് ട്രാപ്പിൽ വീഴുകയാണ്. പിന്നെ ട്രാപ്പിൽ വീഴുക. എന്റെ ഓർമ്മയിൽ കഞ്ചാവ് വെച്ചോടെ 3 രൂപ തുടങ്ങിയവര് ഇപ്പൊ 500 രൂപ വെക്കുമ്പോഴും പലവരുടെ വീട്ടില് അവന്റെ വീട്ടില് അടുപ്പ് പോലും പോയുള്ള കർമ്മക്കടമെന്നൊരു കടമുണ്ട്. നിരന്തരം അവനൊരു 10 20 വർഷം ജീവിച്ചാലും ഇവൻ ചെയ്താലും അവന്റെ കേസ് നടത്താനും അവന്റെ കാര്യങ്ങൾ നടത്താനുള്ള പണം ഇനി അവൻ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാലും കിട്ടാനും അവന്റെ കയ്യിലില്ല. അവന്റെ വീട്ടിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. പഴയ എനിക്ക് തന്നെയാണ് ജനങ്ങളോട് പറയുന്നത്, ഔഷധമായിട്ട് ഉപയോഗിക്കുക, അല്ലാണ്ട് അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക, ഡ്രഗ്സ് ഉപേക്ഷിക്കുക, സിഗരറ്റ് പോലും വലിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞതിൽ നന്ദി, നമസ്കാരം.